ഇന്ന് അങ്ങനെ ഇരുന്നപ്പോൾ ഇച്ചിരി ചൂരക്കറി ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇങ്ങനെ ഇവിടെ ചൂരക്കറി ഇട്ടാറില്ല. നാട്ടിൽ നിന്ന് കഷ്ടപ്പെട്ട് പൊട്ടാതെ കൊണ്ടുവന്ന ചട്ടി, ആ ചട്ടി കണ്ടപ്പോൾ ഞാൻ നിന്നെ കൊണ്ടുവന്നതിന് എന്തെങ്കിലും ഒരു കാര്യം വേണ്ടി അങ്ങനെ ഇരുന്ന ചട്ടിയിൽ ഇതാ കടുക് വറുത്ത്, പിന്നെ കുറച്ച് നമ്മുടെ കറിവേപ്പില ഞാൻ തന്നെ നട്ടു വളർത്തിയതാണ്. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ ഇട്ട് അങ്ങോട്ട് വറുത്ത് അങ്ങോട്ട് ഇട്ട് നല്ല രീതി കുടംപുളിയാണ് നമ്മൾ ഇടാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ആ ഒരു മണമുണ്ടല്ലോ, വായിൽ വെള്ളം ഓർന്ന് പോട്ടെ. എന്നിട്ട് കുറച്ച് പച്ചമുളക്, കുറച്ച് ചെറിയുള്ളിയാണ് അതിൻ്റെ അന്തസ്. ആ ഹിമണ്ണം മതിയിൽ പറയുന്ന നിനക്ക് അന്തസ്. അപ്പോൾ അതെല്ലാം കൂടി ഇട്ടിട്ട് വഴറ്റി അങ്ങോട്ട് ഇടും. വഴറ്റി അങ്ങോട്ട് എടുത്തിട്ട് നമ്മുടെ മെയിൻ ഐറ്റംസ് മുളക് പൊടി ആണ് ഇതിൻ്റെ മെയിൻ എന്ന് പറയുന്നത്. നിങ്ങൾ പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഞാൻ ഇട്ട് കൊടുത്ത്, അത് എൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. യഥാർത്ഥത്തിൽ ഇതിൽ കുടംപൊടി ഇടുന്നതിന് നമ്മൾ മല്ലിപ്പൊടി ഇടേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ എന്തായാലും ഞാൻ ഇട്ടു കാശ്മീരി മുളക്, എരിവ് പോലെ. ഞാൻ എരിയുള്ള മുളക് തന്നെ ഇട്ടു. എരിയുള്ളത് ഇട്ട് ആ ഒരു പുളിയും കൂടെ ആകുമ്പോഴാണ് അതിൻ്റെ ഒരു സുഖം. താണ്ട കുറച്ച് മുന്നേ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരുന്ന് നമ്മുടെ കുടംപുളിയൊക്കെ എടുത്ത് അങ്ങോട്ടിട്ട് ഇങ്ങനെ അങ്ങോട്ട് അടിച്ച്, പിന്നെ അതിൻ്റെ വെള്ളം അങ്ങോട്ട് ചേർത്തിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുത്ത് അങ്ങോട്ട് തിളപ്പിക്കും. തിള. പിന്നെ അതിനകത്ത് കുറച്ച് ഉപ്പ്, അതുപോലെ കുറച്ചൊരു കാല് തക്കാളി നീര് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ പുളിപ്പിന് പിന്നെ നമ്മുടെ ഫ്ലാസ്കിൽ നേരെ എടുത്ത് വെള്ളം ഒഴിച്ചിട്ട് ചൂടുവെള്ളമേ ഒഴിക്കും, പച്ചവെള്ളം ഒഴിക്കരുത്, കുളമാവും. അത് കഴിഞ്ഞിട്ട് ഒന്ന് അടച്ച് വയ്ക്കുന്നില്ല. തിള. അതെല്ലാം അങ്ങോട്ട് കഴിയുമ്പോൾ നല്ല വെള്ള ചൂരക്കുട്ടന്മാർ അതിൻ്റെ അകത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കുക. അത് തന്നെ എന്ത് രസം കാണും. അതങ്ങോട്ട് ഇട്ട് കൊടുത്ത് അങ്ങോട്ട് സെറ്റാക്കി എടുത്തപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ 2 ചൂര കഷ്ണം ഞാൻ അരപ്പ് പെരട്ടി അങ്ങോട്ട് മാറ്റി വെച്ചിരുന്നു. അവന്മാരും കൂടി അതാണ് ഞാനും എൻ്റെ ചെറുക്കന് മാത്രമല്ല. ഇപ്പം ഞാൻ വെച്ചത് 2 കഷ്ണം മതി, നമുക്ക് എന്തിനാണ് ആഡംബരം വേണ്ട. അങ്ങനെ പിന്നെ പുളിവെള്ളം കൊടുത്ത് അടിപൊളിയായിരുന്നു സാധനം. പുളിവെള്ളം കൂട്ടി കൂട്ടി വയ്ക്കുമ്പോൾ എന്നിട്ട് പൊരിച്ചത് എടുത്തോണ്ട് മാറ്റിച്ച് കുറച്ച് വെളിച്ചെണ്ണ ഇട്ടു. പിന്നെ ഇതായിരുന്നു അവിടെ കിടന്ന് വേവ്. എന്നിട്ട് അടച്ചിട്ട്